ഇതിപ്പോൾ എന്താ കഥ? ആരോടെ ഇപ്പം എന്ത് വേണമെന്ന് ചോദിച്ചാലും ഇപ്പം എല്ലാവർക്കും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, മന്തി മന്തി മന്തി. പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാലേ ഇപ്പം മന്തിയാ. ഇതെന്തായിരിക്കും എല്ലാവർക്കും മന്തിയോട് ഇത്ര ഇഷ്ടം? എന്തായാലും നമുക്കിന്നൊരു മന്തി കഴിക്കാൻ പോയാലോ? ഇന്ന് ഞാൻ കുറച്ചുപേരെ പരിചയപ്പെടുത്തട്ടെ. ഇതെൻ്റെ ഹസ്ബൻഡ്, ഇത് ഞങ്ങളുടെ ജോമോ, ഞങ്ങൾ മോജോ എന്ന് വിളിക്കും. ഇത് ഷെബി. അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്ന ആളാണ് നിധി. ഇയാളെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഗ്രീൻ സ്റ്റോൺ ഇവൻറ്റ്സ്, മാമോദീസ. ഇത് ഞങ്ങളുടെ അനുമോള്. എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്ലേറ്റ് എത്തി. വിശപ്പിൻ്റെ വിളി അതിഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്ലേറ്റ് വന്നപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആവേശമായിരുന്നു. പ്ലേറ്റ് വന്ന സ്ഥിതിക്ക് ഇനി മന്തിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരിക്കാമല്ലേ? എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കൂട്ടുകാർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശേഷം പറയാൻ വല്ല കാര്യങ്ങളും പ്രത്യേകിച്ച് വേണോ? എസ്പെഷ്യലി ഇവരുടെ കൂടെ കുടുംബം. എന്തായാലും നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹണി ഗ്ലേസ്ഡ് മന്തി, അങ്ങനെയാണ് ആ മന്തിയുടെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും ഹണി ബന്ധപ്പെട്ട എന്തോ ഒരു മന്തിയാണ്. ഞാൻ എന്തായാലും ആദ്യത്തെ ശ്രമം തുടങ്ങി. മന്തി സെർവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഞാൻ സെർവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നിധിക്ക് മനസ്സിലായി ഇത് എവിടെ എത്തത്തില്ല. അപ്പോൾ പിന്നെ അവൻ തന്നെ ആ ചുമതല അങ്ങ് ഏറ്റെടുത്തു. എല്ലാവർക്കും മന്തിയൊക്കെ സെർവ് ചെയ്തു. ഈ സ്പോട്ട് ഞാൻ പറയാൻ മറന്നുപോയി. പനമ്പള്ളി നഗറിൽ പുതിയതായിട്ട് തുടങ്ങിയ കൗസർ മന്തി, അവിടെയാണ് ഞങ്ങളിന്ന് മന്തി കഴിക്കാൻ വന്നത്. മന്തി നല്ല ടേസ്റ്റി മന്തിയായിരുന്നു. റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, ചിക്കനും നല്ല സോഫ്റ്റ് ആയിരുന്നു. ഓവറോൾ നല്ലൊരു മന്തിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് മട്ടൻ കൂടെ ട്രൈ ചെയ്തായിരുന്നേ. മട്ടനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മന്തിയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് കൗസർ മന്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ടാറ്റാ.